ഹായ്, എല്ലാ കൂട്ടുകാർക്കും റിയാസ് മൊമിൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ നേപ്പാളി ചുക്കവണി. പേര് കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ടെങ്കിലും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല അടിപൊളിയാട്ടോ. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇത് കേട്ടോ. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് നല്ല കട്ട തൈര് എടുത്തൊന്ന് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇതുപോലെ സവോള ഇട്ട് കൊടുക്കുക, സ്ലൈസ് ചെയ്തിട്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത പച്ചമുളക് ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വേവിച്ച് വെച്ച നല്ലവണ്ണം വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മിക്സ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എന്താ പറയുക, നല്ല രീതിയിൽ തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്തായാലും എൻ്റെ പാത്രം ചെറുതായി പോയിട്ടുണ്ട്. ഇത് പാത്രം എന്തായാലും മാറ്റിയെടുക്കണം. ഇതിൽ വെച്ച് മിക്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മിക്സ് ചെയ്ത് വന്നപ്പോൾ മനസ്സിലായി തൈര് ഇത്തിരി കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ തൈര് ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യമേ തന്നെ ചേർക്കണം. എൻ്റെ സവോള അരിഞ്ഞതും ഉരുളക്കിഴങ്ങ് കുറച്ച് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ തൈര് കുറച്ച് കുറവായി പോയത്. എന്തായാലും തൈര് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തപ്പോൾ പാത്രം ശരിയല്ല, ചെറുതായിപ്പോയി. എന്തായാലും പാത്രം മാറ്റി വയ്ക്കാം. വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നേപ്പാളി ചുക്കവണിയുടെ മെയിൻ പ്രോസസ്സിങ് കഴിഞ്ഞു. ഇനിയൊന്നുമില്ല, ഇതിൽ പറയാൻ മാത്രമൊന്നുമില്ല. നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു താളിപ്പാണുള്ളത്. അതും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, നേപ്പാളി ചുക്കവണി എന്താ പറയുക, കുക്കിങ് കഴിഞ്ഞു എന്ന് പറയും. വളരെ സിമ്പിളാണ് കേട്ടോ. സൈഡ് ഡിഷായിട്ടും മെയിൻ ഡിഷായിട്ട് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് കറിയൊക്കെ ഇല്ലാത്ത ദിവസങ്ങളിൽ ഉണ്ടാക്കിയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാം, പപ്പടമൊക്കെ കൂട്ടിയിട്ട്. അപ്പോൾ നമ്മുടെ താളിപ്പിന് വേണ്ട സാധനങ്ങളാണ്. നല്ല ചൂടായ എണ്ണയിലേക്ക് കസൂരി മേത്തി, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി ഇതങ്ങോട്ട് മൂപ്പിച്ചിട്ട് നമ്മളിതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. കഴിഞ്ഞു. ഇത്രയുള്ളൂ നമ്മുടെ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്തോ. ഞാനിട്ട് ഇടുന്ന വീഡിയോസ് കാണാമല്ലോ. പിന്നെ നമ്മുടെ ഈ താളിപ്പ് ഇതിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഒരു നല്ല സ്മെല്ലൊക്കെ വരും. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചോറിൻ്റെ കൂടെ കഴിച്ചത് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നേപ്പാളി ചുക്കവണിയുടെ ഒരു കുക്കിംഗ് പ്രോസസ്സ്. അത് സിമ്പിളല്ലേ. 5 മിനിറ്റിനുള്ളിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. നേരം ഇല്ലാത്ത ദിവസങ്ങളിൽ ഇപ്പോൾ നമ്മൾ നേരം വൈകി കഴിഞ്ഞിട്ട് പാചകം എന്താ ഉണ്ടാക്കുക എന്നൊക്കെ ഇടയ്ക്കൊക്കെ ഇത് ഉണ്ടാക്കി കഴിച്ചാൽ നല്ലതല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, സീ യു.